സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ദൈവമേ, എല്ലാം തീർന്നല്ലോ. ഈ കുടുംബത്തെ മൊത്തമായി തൊലച്ചു കളഞ്ഞിലൂടെ നീ. ഈശ്വര, ഇയാൾക്ക് ഇങ്ങനെ ഒരു പൊട്ടബുദ്ധി തോന്നിയല്ലോ. നമ്മുടെ അച്ഛനെങ്കിലും നിനക്കൊന്ന് ഓർക്കാമായിരുന്നില്ലേ? ഈ കുടുംബത്തിൽ നീ മാത്രം ഇങ്ങനെയായി പോയത്. ഞങ്ങളോടൊക്കെ തട്ടിക്കയറുന്ന നിനക്ക് നിന്നെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോടി. ജീവിച്ചിരിക്കില്ല ചേച്ചി, എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ട. എന്നെ കൊന്നേക്ക് ചേച്ചി, എനിക്കിനി മരിച്ചാ മതി. എനിക്കിനി മരിച്ചാ മതി ചേച്ചി. മോളെ അനു, മോളെ, അച്ഛൻ കരയല്ലേ? ഈ പിള്ളേരൊക്കെ ഇത് എവിടെ പോയി കിടക്ക? ചേച്ചി, അച്ഛൻ, നീ അച്ഛനെ കൂടെ കരയിക്കല്ലേ മോളെ? നീ നമ്മുടെ അച്ഛനെ കൊലയ്ക്ക് കൊടുക്കല്ലേ മോളെ? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. അച്ഛനത് താങ്ങില്ലതേ. കരയല്ലേ മോളെ, കരയല്ലേ മോളെ അനു. മക്കളെ, അച്ഛൻ വിളിക്കുന്നുണ്ട്. നീ ചതിക്കല്ലേ, അച്ഛനെ ഒന്നും അറിയിക്കല്ലേ. ഇല്ല ദയമോൾ, എനിക്കറിയില്ല. ഞാൻ അവളെ നോക്കിക്കോളാം. നീ അങ്ങോട്ട് ചെല്ലു ചേരൂ. അച്ഛന് വെള്ളം കൊടുക്ക്, അപ്പോഴേക്കും ഞങ്ങളും വന്നോളാം. ശരി ചേച്ചി. ദയേ, കൈവിട്ട് പോവല്ലേ മോളെ, പിന്നെ നമ്മുടെ കുടുംബം ഉണ്ടാവില്ല. കരയല്ലേ? എന്തെടുക്കാൻ നിങ്ങളിവിടെ? ഉമ്മറവാതിൽ തുറന്നിട്ടിട്ട് ഇങ്ങനെ എല്ലാവരും മുറിയടച്ചിരുന്ന കള്ളം കയറിയപ്പോലും ആരും അറിയില്ലല്ലോ. ഇല്ല ചാ, ഞാനിപ്പോ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഞാൻ അച്ഛനെ കുടിക്കാൻ എടുക്കാം. വാ. ദയമോള് വല്ലാത്ത സങ്കടത്തിലാണെന്ന് എനിക്കറിയാം. സാരമില്ല, അച്ഛൻ തല്ലിയത് നല്ലതിനായിരുന്നു എന്ന് ഭാവിയിലെ സ്വന്തം മക്കളെ വളർത്തുമ്പോ മോൾക്ക് മനസ്സിലാവും. വീണ്ടും കരയണോ? എന്താ അനുമോളി ഈ കുട്ടി ഇങ്ങനെ? എല്ലാവരോടും തർക്കുത്തരം പറഞ്ഞ് ജയിക്കാൻ നോക്കുന്നവളായിരുന്നല്ലോ ഇവള്. അച്ഛനൊന്ന് തല്ലിയതിന് ഇത്രമാത്രം സങ്കടപ്പെടാൻ എന്താ? മോൾ അച്ഛനോട് ക്ഷമിക്ക്. അയ്യോ, ഇതെന്ത് പറ്റി എന്റെ കുട്ടിക്ക്? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. അച്ഛൻ ശിക്ഷിച്ചപ്പോഴാ ഇവൾക്ക് ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലായത്. അതുകൊണ്ടുള്ള സങ്കടം. എന്ത് തെറ്റ്? ഒരു തെറ്റും എന്റെ കുട്ടി ചെയ്തിട്ടില്ല. ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ ചെറിയൊരു കള്ളം പറഞ്ഞു. ഇപ്പോഴത്തെ ഓരോരോ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന വെച്ച് നോക്കുമ്പോ എന്റെ മോള് ചെയ്തത് ഒരു തെറ്റേ അല്ല. അച്ഛൻ ചെയ്തതാ ഇത്തിരി കൂടിപ്പോയത്. മോളത് മറന്നേക്ക. എനിക്ക് മാപ്പ് തരണോ അച്ഛ? ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്റെ അച്ഛനോടും കൂടപ്പറപ്പുകളോടും ഞാൻ ചെയ്തത് കൊടിയ വഞ്ചന തന്നെയാ. വഞ്ചന? എന്താ എന്റെ കുട്ടി പറയുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറയല്ലേ. അവക്കിപ്പോ അച്ഛനോട് സത്യം പറഞ്ഞിട്ട് പോയാ മതിയായിരുന്നു തോന്നുന്നുണ്ട് അച്ഛ. അതിന്റെ സങ്കട. ഞാൻ പോയപ്പോ നിങ്ങളും ഇവളെ കുറ്റപ്പെടുത്തി കാണും.
അതാ എന്റെ മോൾക്ക് ഇത്ര സങ്കടം. അച്ഛനെ വെള്ളം കുടിക്ക്. മോളെ ദാ കുറച്ച് വെള്ളം കുടിക്ക്. എന്റെ കുട്ടി വല്ലാതെ ക്ഷീണിച്ചു. വേണ്ട അച്ഛ, എനിക്കിതൊന്നും വേണ്ട. മോളെ അച്ഛൻ തരുന്നതല്ലേ, കുടിക്കും മോളെ. ഇത് കുടിക്കും. മോള് കുടിച്ചോ? കുടിക്കും മോളെ. മുഴുവൻ കുടിച്ചല്ലോ, മിടുക്കി. വന്നേ, ഇവിടെ വന്ന് അച്ഛന്റെ കൂടെ ഇരിക്കും. ഇതുപോലെ ദേഷ്യത്തിൽ മോളെ അച്ഛൻ ആദ്യമായിട്ടല്ലേ തല്ലിയത്? ഇത് അവസാനത്തേതുമാ. എന്റെ മോളിനി അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ചെയ്യില്ലെന്ന് അച്ഛന് നല്ല ഉറപ്പുണ്ട്. അച്ഛൻ എന്നെ സമാധാനിപ്പിക്കണ്ട, ഞാനതിന് യോഗ്യയല്ല. അച്ഛന് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. ഈ കുട്ടി എന്തൊക്കെയാണോ ഈ പറയുന്നേ? ഞാൻ അങ്ങനെ വെറുപ്പും വിരോധവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണോ? അതും എന്റെ മക്കളോട്. ഈശ്വര, ഏത് നേരത്താണോ എനിക്ക് എന്റെ മോളെ തല്ലാൻ തോന്നിയത്? എന്റെ കുഞ്ഞിന്റെ സങ്കടം മാറാൻ അച്ഛൻ എന്ത് പ്രായച്ചിത്ത ചെയ്യേണ്ടത്? ദയേ, അച്ഛനെ നീ വീണ്ടും എന്തിനാടി സങ്കടപ്പെടുത്തുന്നേ? അച്ഛൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലേ? ചേച്ചി, മതി മോളെ, നീ കരച്ചില് നിർത്ത്. നമ്മുടെ അച്ഛൻ ഇതിനപ്പുറം താങ്ങാൻ പറ്റില്ല. അച്ഛന് വയ്യാത്തതാണെന്ന് അറിയില്ലേ നിനക്ക്? സാരമില്ലനു, കുറെ കരഞ്ഞാൽ ഇവളുടെ മനസ്സിന്റെ ഭാരം കുറയുമെങ്കിൽ കരഞ്ഞോട്ടെ. ഇങ്ങ് വാ മോള്, അച്ഛന്റെ മടിയിൽ കിടന്ന് കരഞ്ഞു. വാ. പണ്ടും ഞാൻ എന്റെ മക്കളെ തല്ലാറില്ല. പക്ഷെ നിങ്ങളുടെ അമ്മ നിങ്ങൾ വികൃതി കാണിച്ച തല്ലും. അപ്പോ നിങ്ങൾ അച്ഛന്റെ അടുത്തേക്കാണ് ഓടി വരിക. അപ്പോ ഞാൻ ഇതുപോലെ മടിയിൽ കിടത്തി കരയാതിരുന്നാൽ അച്ഛൻ മിഠായി വാങ്ങിച്ചു തരാന്ന് പറയും. നിങ്ങളൊക്കെ ആണെങ്കിൽ വേഗം കരച്ചിൽ നിർത്തും. ദയമോള് ചെറുപ്പത്തിലെ വാശിക്കാരിയായിരുന്നല്ലോ. ഇവള് ലഡു വേണോന്ന് പറഞ്ഞ കരയ. നോക്ക് മോളെ, ഇപ്പൊ അച്ഛൻ മോൾക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. എഴുന്നേക്ക്, അച്ഛൻ എടുത്തു തരാം. എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക്. വാ, എഴുന്നേച്ചോളെ. കരയല്ലേ? നോക്കി. ലഡു ഇത് കഴിക്ക്. ഈ മധുരം കഴിച്ച് മോള് പണ്ടത്തെ പോലെ എല്ലാം മറന്നു കള. കഴിക്കുമോ? ഞാനിപ്പോ പണ്ടത്തെ കുട്ടിയല്ല. എനിക്ക് എന്റെ അച്ഛന്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യതയില്ല. എനിക്ക് എന്റെ അച്ഛന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. ദയ, മതി. നിന്നെ ഒന്ന് തല്ലിന്ന് വെച്ചിട്ട് അച്ഛനെ നീ പരമാവധി സങ്കടപ്പെടുത്തിയില്ലേ? അത് മതി. നീ ഇങ്ങ് വന്നേ, വരാൻ. എന്റെ കുട്ടിക്ക് വേറെന്തോ സങ്കടമുള്ള പോലെ തോന്നുന്നല്ലോ. എന്താ മക്കളെ? ഒന്നുമില്ലച്ചാ, ഇവള് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഡോക്ടറും വിളിച്ചിവളെ കുറ്റപ്പെടുത്തി. അതിന്റെയൊക്കെ വിഷമം കൊണ്ടാ ഇവളിപ്പോ ഇങ്ങനെ. അതെ അച്ഛാ, ദയൊന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് അവളിതൊക്കെ കഴിക്കും. അച്ഛനും ഡ്രസ്സൊക്കെ മാറണ്ടേ?
വിളക്ക് വെക്കാൻ സമയായി. ശരി, എന്നാ ദയമോളെ മുറിയിലേക്ക് കൊണ്ടു. മോളെ മുറിയിൽ പോയി കിടന്നു. ചെല്ല്. പാവം കുട്ടി, തെറ്റെന്റെ ഭാഗത്ത്. ഇത്രയും മുതിർന്ന കുട്ടിയെ ഇങ്ങനെ തല്ലരുതായിരുന്നു ഞാൻ. ആ, മനുഷ്യന്റെ ക്ഷോഭമാണല്ലോ ലോകനാശത്തിന് എന്നെ കാരണം. അച്ഛാ, എന്താ മോളെ? ഞാൻ ദയെ കൂട്ടി രഘുവേട്ടന്റെ വീട്ടിലോട്ട് പോയിക്കോട്ടെ? അതെന്തിനാ? ആദ്യം അവളുടെ സങ്കടം ഒന്ന് മാറ്റിയെടുക്ക. ഈ രാത്രിയിലാണോ രഘുവിന്റെ വീട്ടിലേക്ക് പോകുന്നത്? അത് പിന്നെ അച്ഛാ, രഘുവേട്ടൻ രാത്രി ലേറ്റായിട്ടേ വരുമെന്ന് ഞാൻ രാവിലെ വിളിച്ചപ്പോ അമ്പിളിച്ചേച്ചി പറഞ്ഞിരുന്നു. ചേച്ചി അവിടെ തനിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതിയാ. ദയ്യം കൂടി കൊണ്ടുപോയി കഴിഞ്ഞാ അവളുടെ മൂഡ് ഒന്ന് മാറിക്കിട്ടും. അപ്പോ ഇന്ന് നിങ്ങൾ അവിടെ തങ്ങാനാണോ? അതെ അച്ഛാ, ഇവിടുന്ന് പോയതിന്റെ വിഷമം അമ്പിളിച്ചേച്ചിക്കും ഉണ്ട്. ഞങ്ങളൊരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാ ആ വിഷമം അങ്ങ് മാറിക്കിട്ടും. ശരി, എന്നാ പൊയ്ക്കു മക്കളെ. ആ, അതിന്ന് കുറച്ച് സ്വീറ്റ്സ് കൂടി കൊണ്ടുവയ്ക്കൂ. അല്ല, പലഹാരപ്രിയായ മഞ്ചാടി മോളവിടെ? അവളിതുവരെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നില്ലേ? ഇല്ലച്ചാ, ഇപ്പൊ വരും. ആ, എന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ആ, എന്നാ ശരി. രഘുവേട്ടൻ എവിടെ ചേച്ചി? കുളിക്ക. അച്ഛനെല്ലാം അറിഞ്ഞോ അനു? ഇല്ല, അവിടെ ചിലങ്കയ്ക്ക് മാത്രമേ അറിയൂ. മോള് വാ. ഇങ്ങോട്ട് നോക്കടി. നിന്നെ ഗുണദോഷിക്കാൻ വന്നതിനെ എന്നെ രഘുവേട്ടനെയും എത്ര തവണ നീ ചാടി കടിച്ചിട്ടുണ്ടടി. അന്നൊക്കെ നീ എന്താ പറഞ്ഞത്? എന്നെ നോക്കാൻ എനിക്കറിയാം, എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. ഇപ്പൊ എന്തായിടി? ചേച്ചി, നിനക്ക് അറിയാഞ്ഞിട്ടാനു. ആരെങ്കിലും സ്നേഹത്തിന്റെ പേരിൽ ചോദ്യം ചെയ്താൽ പോലും ഇവൾ അപ്പ തർക്കോത്തരം പറഞ്ഞ് വായടുപ്പിക്കും. എന്നിട്ട് ഈ അഹങ്കാരം ചെയ്തത് നീ കണ്ടില്ലേ? അനന്ത മാഷു 5 പെൺമക്കളും ഈ നാടിന് തന്നെ മാതൃകയായിരുന്നില്ലേടി? എന്നിട്ട് എല്ലാം നശിപ്പിച്ചില്ലേ നീ? ഒരു വാക്കും നിന്റെ ചേച്ചിമാരോടെങ്കിലും ചോദിക്കായിരുന്നില്ലേ? നീ എന്ത് കണ്ടിട്ടാടി ആ വായി നോക്കി ഫോട്ടോഗ്രാഫറെ വിശ്വസിച്ചേ? അവള് പോയി രജിസ്റ്റർ മാരേജ് ചെയ്തിരിക്കുന്നു. നിന്റെ കയ്യും കാലും കെട്ടിയിട്ട് മുറിയിൽ പൂട്ടിയിട്ട് നോക്കിക്കോ. ആ തെണ്ടി പിടിച്ച് ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. നിന്റെ പ്രേമം ഞാൻ തീർത്തു തരാടി. ഞങ്ങളൊക്കെ പിറകിൽ ആമ്പിള്ളേര് നടക്കാഞ്ഞിട്ടല്ലടി. ഞങ്ങളൊക്കെ ജീവിച്ചതേ അനന്തമാഷിന്റെ മക്കളായിട്ടാ. നീ മാത്രം എന്താണ് ഇങ്ങനെ പോയത്? എനിക്ക് ഇവളോട് ചോദിക്കണ്ടേ? ചോദിച്ചതൊക്കെ മതി, വരാനാ പറഞ്ഞേ. ആകെ മനസ്സ് തളർന്ന് നിൽക്കുമ്പോ കൊച്ചിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നേ? അവളെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവരാനല്ലേ നോക്കണ്ടേ? ഇനി എന്ത് നേർവഴി രഘുവേട്ട അവൾക്ക്? എല്ലാ വഴിയും അവള് തന്നെ അടച്ചില്ലേ? അവൾ അവനെ രജിസ്റ്റർ മാരേജ് ചെയ്തില്ലേ? അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം. ആദ്യം അവളുടെ മനസ്സൊന്ന് നേരെയാക്കാൻ നോക്ക്.
എനിക്ക് വയ്യ രഘുവേട്ടാ. അവളുടെ മുഖം കാണുമ്പോഴേ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരുന്നത്. മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ആ പാവ മനുഷ്യനെ അവളെ ചതിച്ചില്ലേ രഘുവേട്ടാ? അച്ഛൻ ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ സകല അഭിമാനവും അവളെ കാറ്റിൽ പറത്തിയില്ലേ? അമ്പിളി, കരയാതെ മോളെ. അമ്പിളി ചേച്ചിയുടെ മനസ്സ് നിനക്കറിയില്ലേ? നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നീ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട മോളെ. മോള് കിടക്ക. മോള് ധൈര്യമായിട്ടിരിക്കേണ്ട സമയമായത്. കണ്ണു തുടയ്ക്കും മോളെ. ഇനി നീ ആലോചിക്കേണ്ടത് കഴിഞ്ഞതൊക്കെ മറന്ന് എങ്ങനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന്. എനിക്ക് പേടിയാവുന്നു ചേച്ചി. ഞാൻ ഇനി എന്തായി തീരുമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. നിനക്കൊന്നും പറ്റില്ല മോളെ. നീ പേടിക്കാതിരിക്ക. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. അവനെ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന തെറ്റ് മാത്രമേ നിനക്ക് സംഭവിച്ചിട്ടുള്ളൂ. അതും അവനെല്ലാം മറച്ചു വെച്ച് നിന്നെ ചതിച്ചതല്ലേ? നിനക്ക് സംഭവിച്ചു പോയ തെറ്റ് വേറെ ആരും ഇപ്പൊ അറിയണ്ട മോളെ. രഘുവേട്ടനും ചേച്ചിയും അതറിഞ്ഞ അവരെന്ത് ചെയ്യുമെന്നറിയില്ല. രഘുവേട്ടൻ അവരെ എവിടെയെങ്കിലും തേടി പിടിച്ച് പച്ചയ്ക്ക് വെട്ടിക്കൊല്ലും. തൽക്കാലം അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി മോളെ. ബാക്കിയെല്ലാം മനച്ചേച്ചി നോക്കിക്കോളാം. നീ സമാധാനായിട്ടിരിക്കും. ചിരുമോളെ, മതി മതി മതി. അല്ലെങ്കിലും ദയചേച്ചിക്ക് തന്നിഷ്ടം കൂടുതലാ. അവനവന് തോന്നുന്നതൊക്കെ ചെയ്യും. എന്നിട്ട് ചേച്ചിമാരാരെങ്കിലും ചോദ്യം ചെയ്താൽ തർക്കുത്തരം പറയുകയും ചെയ്യും. അപ്പോ ദേച്ചേച്ചി അച്ഛൻ തല്ലിയത് നന്നായെന്നാണോ മോള് പറയുന്നത്? അച്ഛനല്ലേ തല്ലിയത്, അതുകൊണ്ടെന്താ കുഴപ്പം? അച്ഛന്റെ കൈ വേദനിച്ചാലും അച്ഛൻ ദയചേച്ചിയെ വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ ഇന്ന് പതിവില്ലാത്തൊരു ദേഷ്യമായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ല. ദയമോള് വലിയ എന്തോ തെറ്റ് ചെയ്തതുപോലെ ക്ഷോഭവും സങ്കടവും കൊണ്ട് മനസ്സ് തിളക്കിയായിരുന്നു എന്റെ. മക്കൾ ആരും അറിയാതെ എവിടെയോ വെച്ച് തെറ്റ് ചെയ്യുമ്പോ അച്ഛൻ പോലും അറിയാതെ അച്ഛന്റെ മനസ്സത് പിടിച്ചെടുക്കുകയായിരുന്നു. അത്രമാത്രം ആ മനസ്സ് മക്കളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അച്ഛ അത്. അയ്യോ, ചിലങ്ക ചേച്ചി എന്തിനറിയുന്നേ? അച്ഛൻ അത്ര ദേഷ്യത്തെ ദയചേച്ചിയെ തല്ലിയോ? ഞാൻ അച്ഛന്റെ വിഷമം കണ്ടിട്ട് കരഞ്ഞു പോയതാ. മക്കളെ തല്ലേണ്ടടുത്ത് തല്ലിയും ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും വളർത്തേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്തമല്ലേ? പിന്നെന്തിനാ ദയ ഒന്ന് തല്ലിയതിന് അച്ഛൻ ഇത്രമാത്രം വിഷമവും കുറ്റബോധവും? ഞാൻ അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാന്? പണ്ട് സ്കൂളിൽ വെച്ച് കുട്ടികളെ തല്ലേണ്ടി വന്നാൽ പോലും വൈകിട്ട് അവരുടെ വീട്ടിൽ പോയി ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് അവരുടെ രക്ഷിതാക്കളും നീ ഇപ്പൊ പറഞ്ഞതുപോലെ പറയും, അനന്തം മാഷിന് ഞങ്ങളുടെ കുട്ടികളെ ശിക്ഷ കൊടുത്ത് പഠിപ്പിക്കാനുള്ള അധികാരമുണ്ടെന്ന്. അച്ഛന് കൂടുതൽ വിഷമായത് അച്ഛന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ ദയചേച്ചി കരഞ്ഞതുകൊണ്ടായിരിക്കും അല്ലേ അച്ഛ? ആ, അവൾ അപ്പോ മാത്രമല്ല, അച്ഛൻ സ്വീറ്റ്സുമായി വന്നപ്പോഴും കരഞ്ഞു. തല്ലിയതിന്റെ വേദന കൊണ്ടായിരിക്കില്ല, അവൾ തെറ്റ് ചെയ്തതായി അച്ഛൻ സംശയിച്ചതിന്റെ സങ്കടത്തിലാവും കരഞ്ഞത്. അത്രമാത്രം ഞാൻ അവളെ ആ സമയത്ത് കുറ്റപ്പെടുത്തിപ്പോയി. അതിലൊരു തെറ്റുമില്ല അച്ഛ. ദയക്ക് അവള് ചെയ്ത തെറ്റില് നല്ല കുറ്റബോധമുണ്ട്. ആ ഭാരം കുറയാൻ അവൾ ഇനിയും കുറെ കരയേണ്ടി വരും. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത്ര വലിയ തെറ്റാണോ ദയ ചെയ്തത്? അത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അച്ഛ. ദയക്ക് വേണമെങ്കിൽ അച്ഛനോട് സത്യം പറഞ്ഞിട്ട് പോവായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ട് അവളുടെ ജോലി സ്ഥലത്ത് വെച്ച് അച്ഛന് കുറെ വിഷമങ്ങൾ നേരിട്ടില്ലേ? അതൊക്കെ അവളുടെ കുറ്റബോധത്തിന് കാരണം. വീണ്ടും വീണ്ടും അത് തന്നെ ഓർത്തോർത്ത് കരയായിരുന്നു അവള്. എന്തായാലും കുറച്ചു ദിവസം എടുക്കും
അവളതിന്ന് റിലീഫ് ആകാനെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മതി ചേച്ചി. അച്ഛൻ ഞാൻ കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. മോളെ, നീ കഴിച്ചില്ലേ ചീരു? എനിക്കിപ്പോ ഒന്നും വേണ്ട അച്ഛാ, വിശപ്പില്ല. നിനക്കെന്താ ഒരു വിഷമം പോലെ? പറ. ചേച്ചിമാരും ദയും ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമാണോ? അതെ അച്ഛാ, എല്ലാവരും ഉണ്ടാവുമ്പോ ഒരു സന്തോഷല്ലേ അച്ഛാ. അവര് രാവിലെ ഇങ്ങ് വരുമല്ലോ, സാരമില്ല. അച്ഛൻ പോയി കിടന്നോ? ആ ശരി മോളെ, മോളും പോയി കിടന്നു. മോളെ കാത്തോള്, അവൾക്കെല്ലാം സഹിക്കാനുള്ള കരുത്ത് കൊടുക്കണേ. നട്ടു നനച്ചു വളർത്തിയ മുട്ടിനെ പെട്ടെന്നിറുത്തു നൽകുന്ന വേദനയ്ക്കാരോ വിളിച്ച മറുപേരാണിതു കന്യാദാനം. തിരയടിച്ചെത്താത്തിടത്തു ഞാനൊരു കൊച്ചു പൂന്തോപ്പു തീർത്തു. അവിടെ പറക്കുന്ന വർണ്ണച്ചിറകുള്ള ശലഭങ്ങളെന്റെ പെൺമക്കൾ. സന്ധ്യയ്ക്കു കൊളുത്തുന്ന നെയ്വിളക്കിൻ തിരിനാളം മറ്റൊരു വീടിൻ ഇരുളകറ്റാൻ നൽകും. അച്ഛനത് നോക്കി നിൽക്കും. വേദനയോടെ വിതുമ്പുമ്പോഴും ചിരിച്ചേകണം കൈ വിറയ്ക്കാതെ. വേദനയോടെ വിതുമ്പുമ്പോഴും ചിരിച്ചേകണം കൈ വിറയ്ക്കാതെ. വേദനയ്ക്കാരോ വിളിച്ച മറുപേരാണിത് കന്യാദാനം. കാണിക്കുന്നേ ഇങ്ങോട്ട് എന്ത് ഭ്രാന്ത ദയാ നീ കാണിക്കുന്നേ? എന്തിനാ രഘുവേട്ട എന്നെ തടയുന്നേ?
ഞാൻ ചെയ്ത തെറ്റിന് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല രഘുവേട്ട. എന്നെ വിട്ടേക്ക് പ്ലീസ്. തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്തണം. അതിനുള്ള അവസരം ഞങ്ങൾ എല്ലാരും നിനക്ക് തന്നില്ലേ? ഇതിപ്പോ അതിലും വലിയ തെറ്റല്ലേ ദേ നീ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? തെറ്റ് സംഭവിക്കാത്തവരെ ആരും ഇല്ല മോളെ. അതിന്റെ പരിഹാരം ആത്മഹത്യ അല്ല. നിനക്ക് ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയേക്കും. കഴിഞ്ഞാ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. പക്ഷെ നീ നിന്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും കുറിച്ച് ഒന്ന് ഓർത്തു നോക്ക്. അവരിത് എങ്ങനെ താങ്ങും? അനന്തം മാഷിന്റെ മകൾ ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞാൽ ഈ നാട് അതിനെങ്ങനെയായിരിക്കും കാണുക? പലരും പലതും പറയും, പല കഥകളും ഓർക്കും. 5 മക്കളെയും കൊണ്ട് അഭിമാനത്തോടെ നടന്ന അച്ഛൻ അവസാനത്തെ കാലത്ത് അപമാനം കൊണ്ട് തലകുനിച്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയിട്ട് വേണോ നിനക്ക് രക്ഷപ്പെടാൻ? എന്റെ അവസ്ഥ രഘുവേട്ടന് മുഴുവനായി അറിയില്ല. ഞാൻ ജീവിച്ചിരുന്നാലായിരിക്കും രഘുവേട്ട എന്റെ അച്ഛന് കൂടുതൽ അപമാനവും. ഞാൻ പോയ അതോടെ എല്ലാം തീരും. അതൊക്കെ നിന്റെ വെറും തോന്നലാ മോളെ. മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത സ്വാർത്ഥന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഞാനും ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവനാ. മരണത്തെ മുഖാമുഖം കണ്ടവനാ. അറിയാലോ. വിഷം വിഴുങ്ങുമ്പോ അതൊരു ആവേശമായിരുന്നു. പിന്നീട് മരണം അടിവയറ്റിന്ന് ചുരമാന്തി നെഞ്ചിലേക്കും കണ്ണിലേക്കും തലയിലേക്കും എത്തുമ്പോ നമ്മളറിയാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുപോകും. അവരുടെ അടുത്തേക്ക് തിരിച്ചു വരാനും ജീവിക്കാനും കൊതിച്ചു പോവും. അപ്പോഴാണ് മോളെ ഒരു മനുഷ്യൻ ജീവന്റെ വില എന്താണെന്ന് അറിയുന്നത്. ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ദൈവം തന്ന ജീവൻ ദൈവം തന്നെ തിരിച്ചെടുക്കുന്നത് വരെ നമ്മൾ ജീവിക്കണം. നീ ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളൊക്കെ ഉണ്ട് നിന്റെ കൂടെ. രഘുവേട്ട, ദയ, എന്താ നിങ്ങൾ ഇവിടെ? മോളെ ദയ, നീ എന്തിനാ ഇപ്പൊ ഇറങ്ങി വന്നത്? എന്താ രഘുവേട്ട? അവൾ കിണറ്റിൽ ചാടി ചാവാൻ നോക്കുമായിരുന്നു അനു. നമ്മൾ പറഞ്ഞതൊന്നും ദയ എപ്പോഴും കേൾക്കാൻ തയ്യാറല്ല. പിന്നെ എന്തു ചെയ്യും? മോളെ ദയ, എന്താ നീ ഇങ്ങനെയൊക്കെ? നിനക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ? അവരെ കൊണ്ട് നിനക്കിനി ഒരു ശല്യം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തന്നില്ലേ? ഇനി അവനെ നഷ്ടപ്പെടുന്നതിന്റെ സങ്കടമാണോ ഇവൾക്ക്? നമ്മളെക്കാളൊക്കെ വലുത് അവനാണോ ചോദിക്കാനു? അല്ല രഘുവേട്ട, ഒരിക്കലും അല്ല. നിങ്ങൾ എല്ലാവരെയും ഞാൻ ധിക്കരിച്ച് പോയല്ലോ എന്നുള്ള സങ്കടമാണ് എനിക്ക്. അതിന് ഇതാണോ മോളെ നീ ചെയ്യേണ്ടത്? നീ എന്താ ഇപ്പോഴും ഞങ്ങളെ കുറിച്ചൊന്നും ഓർക്കാത്തത്? ചേച്ചി സോറി, സോറി ചേച്ചി. രഘുവേട്ടൻ പോയിക്കോ, ഞാൻ ഇവളെയും കൊണ്ട് വന്നോളാം. മോളെ ദയ, ഇനി ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ചേച്ചിക്ക് സത്യം ചെയ്തതാ. ഈ കയ്യിലടിച്ച് സത്യം ചെയ്യ. ഈ മോതിരം ഏതാ ദയ? പറ, അവൻ നിനക്ക് ഇട്ടു തന്നതാണോ? അത് രജിസ്റ്റർ മാരേജിന്റെ അന്ന്. എന്നിട്ട് നീ ഇതിപ്പോഴും കയ്യിലിട്ടുകൊണ്ട് നടക്കുവാണോ? ഇനി നിനക്കത് വേണ്ട.
തീർന്നു മോളെ, ഇതോടെ എല്ലാം തീർന്നു. ഇനി നീ ഒന്നും മനസ്സിൽ വെക്കണ്ട. ചേച്ചി